ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ട്രൈ ക്യാച്ച് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞാൽ അത് കോമൺലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ട്രൈ ക്യാച്ച് ഇവൻറ്റ്. ഓക്കെ, ഒട്ടനവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ ട്രൈ ക്യാച്ച് ഇവൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം. ഇപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു വർക്ക് ചെയ്യും, അതിനുശേഷം അടുത്ത ലൈന്, അതിനുശേഷം അടുത്ത ലൈൻ, ഇങ്ങനെ ഓരോ ലൈൻസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്ത് വരിക. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ലൈനിൽ നമുക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ആവും. തുടർന്ന് വരുന്ന ലൈനുകളൊന്നും നമുക്ക് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും നമുക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി പിന്നീട് നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യില്ല. ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയാണ് ട്രൈ ക്യാച്ച് ഈവന്റ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് എറർ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓവർകം ചെയ്തിട്ട് അവിടെ എന്ത് മാറ്റർ ആണോ അല്ലെങ്കിൽ എന്ത് പുതിയ കാര്യങ്ങളാണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ക്യാച്ചിലാണ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിൽ പല കാര്യങ്ങളും നമ്മൾ ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിൽ രണ്ട് ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്നാമത് ട്രൈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ എറർ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ട്രൈൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ ക്യാച്ച്, അവിടെ എറർ വന്നാൽ എന്ത് സംഭവിക്കണം, അതല്ലെങ്കിൽ എന്താണോ അവിടെ നമുക്ക് പുതിയതായിട്ട് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യും, ക്യാച്ചിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ക്യാച്ച് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ ട്രൈ ക്യാച്ച് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ HTML എന്ന വെബ് പേജ്, HTML എന്ന ടാഗ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എഴുതി, അതായത് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം ഇവിടെ വന്ന് നമ്മൾ ട്രൈ എന്ന് ചേർത്ത് കൊടുത്തു. ട്രൈ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് എന്താണോ നമുക്ക് എറർ വരാൻ സാധ്യത ഉള്ളത് ആ ഭാഗം നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അറയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ var a, അതിനുശേഷം നമ്മളിവിടെ വന്ന് അറ ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് നമ്മൾ ഈ അറേൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അറേ ആകുമ്പോൾ ഓരോന്ന് നമ്മൾ കോമ ഇട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് അറേ വാല്യൂ എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എത്ര വാല്യൂ വേണമെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഈ അറേൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 8 വാല്യൂ നമ്മൾ അറേൻ്റെ ഉള്ളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ചേർക്കാം. അങ്ങനെ 8 വാല്യൂ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡിസ്പ്ലേ ചെയ്യാൻ ഈ എലമെൻറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമുക്ക് അറേൻ്റെ പേരെന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ അറേൻ്റെ പേര് എ, അപ്പോൾ നമുക്കിവിടെ ഈ വാല്യൂ എന്താണോ അത് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ പുതിയൊരു വേരിയബിൾ കൂടി നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് പുതിയൊരു വേരിയബിളിനുള്ളിലെ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബി എന്നുള്ളത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബി എന്നുള്ളത് നമുക്കിവിടെ എറർ ആയിരിക്കും വരിക. കാരണം നമ്മൾ അങ്ങനെ ഒരു അറേ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് എ എന്നുള്ളത് അറേ മാത്രമേ ഉള്ളൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു എറർ വരും. അപ്പോൾ ആ എറർ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യാൻ നമ്മളിവിടെ വന്ന് ക്യാച്ച് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ എറർ ഡിസ്പ്ലേ ചെയ്യേണ്ട വേരിയബിൾ ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക, അതായത് ഈ എന്നുള്ള വേരിയബിളിലേക്കാണ് ആ എറർ എന്താണെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അലേർട്ട് ചേർത്ത് കൊടുക്കുക. അലേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ അലേർട്ടായിട്ട് നമുക്ക് there is a error എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
ഓക്കെ, ആ എറർ എന്താണെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ പ്ലസ് അതിനുശേഷം ഇ, നമ്മൾ ആ എറർ ക്യാച്ചിൻ്റെ ഉള്ളിൽ നമ്മളെ കൊടുത്ത എററാണ് ഇൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യുന്നത്. എന്നിട്ട് ഡോട്ട് മെസ്സേജ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതൊരു മെസ്സേജ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെസ്സേജ് എന്നും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൈവ് സെർവർ വെച്ചിട്ടാണ് റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് റണ്ണ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എറർ കാണിച്ചു തരുന്നുണ്ട്. ദർ ഈസ് എ എറർ ബി ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രോഗ്രാം നമുക്കിവിടെ ബ്ലോക്ക് ആവുന്നില്ല, പകരം നമുക്ക് ആ മെസ്സേജ് ആദ്യം തന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. എന്താണോ എറർ അത് നമുക്കിവിടെ മെസ്സേജ് ആയിട്ട് കാണിച്ചു തരുന്നുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് എററാണോ വന്നത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ റൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ദർ ഈസ് എ എറർ ബി ഈസ് നോട്ട് ഡിഫൈൻഡ്, അതായത് ബി എന്നുള്ളൊരു വേരിയബിൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് ആ എറർ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. അപ്പോൾ ട്രൈ ക്യാച്ച് ഉപയോഗിച്ചിട്ടൊരു സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ത്രോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്ക് എറർ വന്നാൽ നമുക്ക് ആ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് അതിനനുസരിച്ച് പുതിയൊരു സ്റ്റേറ്റ്മെന്റ്, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കസ്റ്റം എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു രൂപത്തിൽ എങ്ങനെ നമ്മളെ പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാതെ മറ്റൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് ത്രോ ചെയ്യാൻ, അതായത് മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ത്രോ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ത്രോ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രൈ ക്യാച്ച് വിത്ത് ത്രോ എന്നുള്ളൊരു മെത്തേഡ് കൂടി വരുന്ന ഒരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ കൊടുത്ത പ്രോഗ്രാം ഞാനൊന്നും കൂടി റീറൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ട്രൈ ക്യാച്ചിനുള്ളിൽ ട്രൈ എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ത്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്രോ എന്ന് എഴുതുക. ത്രോ എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ന്യൂ എറർ, ഒരു ഫംഗ്ഷനാണ് ന്യൂ എറർ. അതായത് അങ്ങനെ ഒരു എറർ വന്നാൽ നമുക്ക് സ്ക്രീനിൽ എന്താണോ മെസ്സേജ് പ്രിന്റ് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ത്രോൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ദിസ് ഈസ് ദ ത്രോ കീവേഡ്. ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ദിസ് ഈസ് ത്രോ കീവേഡ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതായത് നമുക്ക് എന്തെങ്കിലും എറർ വന്നാൽ നമുക്ക് ആ ഈ മെസ്സേജ് ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അതായത് നമ്മൾ യൂസർ ഡിഫൈൻഡ്, അതായത് ആരാണോ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർ ഡിഫൈൻ ചെയ്യുന്ന ഒരു എററാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ക്യാച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാച്ച് എന്നിട്ടതിന് ശേഷം നമുക്ക് എററിന് നമ്മൾ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആ മെസ്സേജ് എന്താണെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമുക്ക് ഡോട്ട് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് ഈ പ്രോഗ്രാം ഇവിടെ ക്ലോസ് ചെയ്തു. ഇത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റീലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ത്രോ ചെയ്യുന്ന എറർ എന്താണോ അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമ്മളെ പ്രോഗ്രാമിൽ നമുക്ക് സ്വന്തമായിട്ട്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ളൊരു എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രോ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ട്രൈ ക്യാച്ച് ഫൈനലി സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്തതായി നമ്മൾ ട്രൈ ക്യാച്ച് ഫൈനലി ആണ് ഉപയോഗിക്കുന്നത്. ട്രൈ ക്യാച്ച് ഫൈനലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്തു, അതിനുശേഷം നമ്മൾ ത്രോ ഉണ്ടെങ്കിൽ അത് അസസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ക്യാച്ചിൻ്റെ ഉള്ളിൽ എന്താണോ സ്റ്റേറ്റ്മെന്റ് വന്നു, ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ട്രൈ എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ എന്താണോ അത് കൊടുത്തു, അതിനുശേഷം നമ്മൾ ക്യാച്ച് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു. ഇനി അതിനുശേഷം നമുക്ക് ഫൈനലി എന്തെങ്കിലും നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ ട്രൈയും അതേപോലെ ക്യാച്ചും കഴിഞ്ഞിട്ട് ഇനി ആ കോഡ് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് വരണമെങ്കിൽ അതിനുപയോഗിക്കുന്നതാണ് ഫൈനലി എന്ന മെത്തേഡ്. അപ്പോൾ നമുക്ക് ട്രൈ ക്യാച്ച് ഫൈനലി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് HTML എന്ന് എഴുതി, അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ട്രൈ തുടങ്ങുകയാണ്. ട്രൈ എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു.
ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ എ ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമ്മൾ 2 എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടീഷന് നമ്മളിവിടെ വന്ന് ഈഫ് ഇട്ടതിന് ശേഷം എ ഈക്വൽ ടു ടു എ എന്നുള്ള വാല്യൂ 2ന് തുല്യമാണെങ്കിൽ നമുക്കിവിടെ എന്താണോ മെസ്സേജ് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മെസ്സേജ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ വരേണ്ടത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, എന്നിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് സ്ക്രീനിൽ വരേണ്ടത് ഓക്കെ എന്നാണ്. അതായത് നമ്മൾ കൊടുത്ത എ എന്ന വാല്യൂ 2ന് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് വരണം, ഇവിടെ ഓക്കെ എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ട്രൈ ഇട്ടാൽ അതിന് നമ്മൾ ക്യാച്ച് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ക്യാച്ച് ഇട്ടു. ട്രൈ കൊടുത്താൽ അതിന് ക്യാച്ച് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ക്യാച്ച് ഇട്ടു. അതിനുശേഷം ക്യാച്ചിന് നമ്മൾ പേര് എറർ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. എറർ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും എറർ, പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. നമുക്കിതിന് എന്ന് കൊടുക്കാം. എന്തെങ്കിലും പ്രത്യേകം എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ ആ മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, എന്നിട്ട് ആ എറർ ഫൗണ്ട് എന്താണോ അത് നമുക്കിവിടെ എറർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ എറർ ഫൗണ്ട്, എന്നിട്ട് എന്താണോ ആ എറർ എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ ഡോട്ട് മെസ്സേജ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് കൂടി ഓപ്പൺ ചെയ്ത് ഫൈനലി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫൈനലിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും മെസ്സേജ്, പുതിയൊരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് വാല്യൂ ഓഫ് മെസ്സേജ് ആയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് വാല്യൂ ഓഫ് എ ഈസ് 2 എന്ന് നമ്മളിവിടെ മെസ്സേജ് ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് സേവ് ചെയ്തു. നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ആദ്യം തന്നെ നമുക്ക് ഓക്കെ എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യും. അതായത് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഈക്വൽ ടു 2 ആണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് എ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. നമുക്കിവിടെ വന്ന് ഓക്കെ എന്നും പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ എറർ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇവിടെ 3 ആണ് കൊടുത്തതെങ്കിൽ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക ആ എററുള്ള വാല്യൂ ഒഴിവാക്കി, അതായത് ഈ ഓക്കെ എന്നുള്ള മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് വരില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ എററും നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് വരില്ല. പകരം നമുക്ക് എന്താണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വരിക, നമുക്ക് ആ ഫൈനലിൻ്റെ ഉള്ളിൽ എന്താണോ മെസ്സേജ് കൊടുത്തത് അതായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഇത് 2 ആണ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ പ്രോഗ്രാം കറക്റ്റ് ആവുകയും അവിടെ നമുക്ക് ഓക്കെ എന്ന് പ്രിന്റ് ചെയ്യുകയും അതേപോലെ തന്നെ ആ മെസ്സേജ്, അതായത് നമ്മൾ ഫൈനലിൻ്റെ ഉള്ളിൽ എന്ത് മെസ്സേജ് ആണോ കൊടുത്തത് അതും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇങ്ങനെ 3 മെത്തേഡാണ് ട്രൈ ക്യാച്ച് എക്സ്പ്രഷൻ ഹാൻഡലിങ്ങിൽ വരുന്നത്. ട്രൈ, അതേപോലെ തന്നെ ക്യാച്ച്, അതേപോലെ തന്നെ ഫൈനലി. ഈ ട്രൈ ക്യാച്ചിൽ നമുക്ക് ഒന്നിലധികം ട്രൈ ക്യാച്ച് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, അത് തെറ്റാണെങ്കിൽ അതിനെന്താണോ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊരു ട്രൈ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒന്നിലധികം ട്രൈയും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ട്രൈ ആൻഡ് ക്യാച്ച്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.